ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രധാന ഉദ്ദേശങ്ങൾ ഈ ഭാഗത്ത് നിന്നാണ് PSC കൂടുതലായി ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഒന്നാമത്തെ പ്രധാന ഉദ്ദേശം ചോദിച്ചു കഴിഞ്ഞാൽ ഉപഭോക്താവിനെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ഒരു വസ്തു വാങ്ങിക്കുന്ന വ്യക്തിക്ക് അയാളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ ആര് സഹായിക്കുന്നു? ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 സഹായിക്കുന്നു. ഉപഭോക്തൃ സംരക്ഷണ നിയമ സമിതി രൂപീകരണം, ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ രൂപീകരണത്തിനും ആര് പറയുന്നുണ്ട്? ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ആണ് നമ്മൾ പറയുന്നത്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, 1986 ഒരു ഉപഭോക്തൃ സംരക്ഷണ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അത് രാജീവ് ഗാന്ധിയാണ് കൊണ്ടുവന്നത്. അതിനെപ്പറ്റി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വിശദമായി തന്നെ പറയാം. ഇപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കേണ്ട പോയിന്റ് എന്തെന്ന് ചോദിച്ചാൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കേസ് മാത്രമാണ് പറയുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ഉപഭോക്തൃ സംരക്ഷണ സമിതികളുടെ രൂപീകരണം, ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകൾ രൂപീകരിക്കുന്നു. ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകൾ എന്ത് ചെയ്യുന്നു? രൂപീകരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഉപഭോക്താവും ഉൽപ്പന്നത്തിന്റെ നിർമ്മാതാവും തമ്മിലുള്ള തർക്കങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കുന്നു. മറക്കരുത്, അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് പഠിക്കുക. ഉപഭോക്താവും അതുപോലെ എന്താണ് നിർമ്മിക്കുന്ന വ്യക്തിയും ഉൽപ്പന്ന നിർമ്മാതാവും തമ്മിലുള്ള തർക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ മധ്യസ്ഥത വർദ്ധിക്കും. മായം കലർന്ന വ്യാജ സാധനങ്ങൾ അടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും വിൽപ്പനയും തടയുകയും ശിക്ഷ നൽകുകയും ചെയ്യുന്നു. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. മായം കലർന്ന വ്യാജമായ സാധനങ്ങൾ അടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും വിപണനവും എന്താണ്? തടയുകയും ശിക്ഷ നൽകുകയും ചെയ്യുന്നു. വിപണനവും തടയുകയും അതിനോടൊപ്പം തന്നെ എന്താണ്? ശിക്ഷ നൽകുകയും ചെയ്യും. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്താവിനെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി രൂപീകരിച്ചു. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളണേ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരമാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി അഥവാ CCPA നിലവിൽ വന്നത്. ഉപഭോക്താവിന്റെ അവകാശങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉപഭോക്താവിന്റെ അവകാശം സംരക്ഷിക്കുന്നതിനും ഉപഭോക്താവിന്റെ അവകാശങ്ങൾ നടപ്പിലാക്കുന്നതിനുമായിട്ട് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി രൂപീകരിച്ചു. CCPAയുടെ അധികാര പരിധിയിൽ ഉൾപ്പെടുന്ന വസ്തുതകളൊന്ന് പഠിച്ചു വെച്ചിരിക്കുക, ഇമ്പോർട്ടന്റ് ഉണ്ട്. ഉപഭോക്തൃ അവകാശങ്ങളുടെ ലംഘനങ്ങൾ തടയുക. എന്താണ്? ഉപഭോക്തൃ അവകാശങ്ങളുടെ ലംഘനങ്ങൾ ഉണ്ടായാൽ അവയെ എന്താണ് ചോദ്യം ചെയ്യുവാനുള്ള അവകാശം ആർക്കുണ്ട്? നമ്മുടെ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിക്കുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ പരാതികൾ സുരക്ഷിതമല്ലാത്ത ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഓർഡർ പിൻവലിക്കാൻ ആർക്ക് അധികാരമുണ്ട്? സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിക്ക് അധികാരമുണ്ട്. എന്താ പറഞ്ഞത്? ഇൻസ്റ്റിറ്റ്യൂട്ടലായിട്ടുള്ള അല്ലെങ്കിൽ പ്രോസിക്യൂഷണൽ പരാതിയിലുള്ള ഒരു ഉൽപ്പന്നവോ അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത ഒരു ചരക്കിന്റെയോ സേവനത്തിന്റെയോ ഓർഡർ പിൻവലിക്കുവാനുള്ള അവകാശം CCPAക്കുണ്ട് എന്ന് സുഹൃത്തുക്കൾ ഓർത്ത് വെച്ചിരിക്കുക. അന്യമായ വ്യാപാര സമ്പ്രദായങ്ങൾ നിർത്തലാക്കൽ, അന്യമായിട്ടുള്ള വ്യാപാര സമ്പ്രദായങ്ങൾ നിർത്തലാക്കലും എന്തിനാണ്? CCPAയുടെ അണ്ടറിൽ വരുന്നതാണ്. അതായത് ഏതെങ്കിലും ഒരു ഉൽപ്പന്നം അന്യമായ രീതിയിൽ അല്ലെങ്കിൽ അമിതമായ വില ചുമത്തുകയോ അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ ഒരു വസ്തുവാണെങ്കിലോ അതിന്റെ വ്യാപാരം തന്നെ എന്താണ്? നിർത്തലാക്കാൻ ആർക്ക് അധികാരമുണ്ട്? CCPAക്ക് അധികാരമുണ്ട്. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ എന്നിവയുടെ അന്വേഷണം, ഇതിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. ഏകദേശം 5ൽ കൂടുതൽ തവണ PSCയുടെ ചോദ്യങ്ങളിൽ കണ്ടിരുന്നു. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളുടെ അന്വേഷണവും അതുപോലെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളുടെ നിർമ്മാതാക്കൾ, അംഗീകാരം നൽകുന്നവർ, പ്രസാധകന്മാർ എന്നിവർക്കെതിരെ CCPA പിഴ ചുമത്തും. ഈ CCPAയുടെ ഈ ഒരു നിയമത്തിനുള്ളിലാണ് പ്രധാനമായിട്ടും ഈ പരസ്യങ്ങളുടെ നിർമ്മാതാക്കൾ അല്ലെങ്കിൽ പരസ്യങ്ങളിൽ അഭിനയിക്കുന്ന അഭിനേതാക്കൾക്കൊക്കെ പിഴ വരുന്നത് എവിടെ നിന്നെന്ന് ചോദിച്ചാൽ ഈ ഒരു ഭാഗത്ത് നിന്നാണ്. അത് സുഹൃത്തുക്കൾ ഓർക്കുക. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളുടെ നിർമ്മാതാക്കള്, അതിന് അംഗീകാരം നൽകുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക്, ഇതിന്റെ പ്രസാധകന്മാർ അല്ലെങ്കിൽ ഇങ്ങനെ അഭിനയിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്കെതിരെയും എന്ത് ചെയ്യുന്നു? CCPA പിഴ ചുമത്തുന്നു. ഓർക്കുക, ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. ഉപഭോക്താവിന്റെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം നിലവിൽ വന്നതാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി അഥവാ CCPA എന്ന് പറയുന്നത്. CCPAയുടെ അധികാര പരിധിയിൽ ഉൾപ്പെടുന്ന വസ്തുതകൾ എന്തെന്നൊക്കെയെന്ന് ചോദിച്ചാൽ ഉപഭോക്തൃ അവകാശങ്ങളുടെ ലംഘനങ്ങൾ തടയുക, ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ പരാതികൾ അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഓർഡർ എന്ത് ചെയ്യുക? പിൻവലിക്കുക. അന്യായ
അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങൾ നിർത്തലാക്കുക, തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങൾക്കെതിരെയുള്ള അന്വേഷണം, തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിർമ്മാതാക്കളും അതുപോലെ അതിന് അംഗീകാരം നൽകിയവർക്കും പ്രസാധകന്മാർക്ക് എന്നിവർക്കെതിരെ CCPA എന്ത് ചെയ്യുന്നു? പിഴ ചുമത്തുന്നു. ഇത്രയും ഭാഗം ഓർക്കുക. അടുത്ത അയിരുകളും സാന്ദ്രീകരണവും. ഭൂവൽക്കത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ അവയുടെ സംയുക്ത അവസ്ഥയിൽ കാണപ്പെടുന്നു. പഠിച്ചോളനെ, ഭൂവൽക്കത്തിലെ ക്രിയാശീലം കൂടിയ ലോഹങ്ങള് അവയുടെ സംയുക്ത അവസ്ഥയിൽ കാണപ്പെടുന്നു. ക്രിയാശീലം വളരെ കുറഞ്ഞ ലോഹങ്ങൾ സ്വതന്ത്ര അവസ്ഥയിലായിരിക്കും കാണപ്പെടുന്നത്. ക്രിയാശീലം വളരെ കുറഞ്ഞ ലോഹങ്ങളാണെങ്കിൽ അത് സ്വതന്ത്ര അവസ്ഥയിലായിരിക്കും കാണപ്പെടുന്നത്. ക്രിയാശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഈ മറ്റൊരു ലോഹവുമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കെമിക്കലുമായിട്ടോ റിയാക്ട് ചെയ്യാനുള്ള കഴിവ് കേട്ടോ. ഈ റിയാക്ട് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? അത്തരം ലോഹങ്ങള് മറ്റേതെങ്കിലും ഒക്കെ എന്റെ സംയുക്തങ്ങളായിട്ടായിരിക്കും കാണപ്പെടുന്നത്. എന്നാൽ ക്രിയാശീലം വളരെ കുറഞ്ഞ ലോഹങ്ങളാണ് സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടുന്നത്. സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ലോഹങ്ങൾ ചോദിച്ചാൽ അത് സ്വർണവും പ്ലാറ്റിനവുമാണ്. പഠിച്ചോളനെ. അല്ലെങ്കിൽ ക്രിയാശീലം ഏറ്റവും കുറഞ്ഞ ലോഹങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം ഭൂവൽക്കത്തിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹങ്ങളെ എന്ന് ചോദിച്ചാൽ അത് സ്വർണവും പ്ലാറ്റിനവുമാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് എന്താണ് ധാതുക്കൾ എന്ന്. നമുക്ക് നോക്കാം എന്താ ധാതുക്കൾ എന്ന്. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങൾ പൊതുവെ ധാതുക്കൾ എന്നറിയപ്പെടുന്നു. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങൾ പൊതുവെ ധാതുക്കൾ എന്നറിയപ്പെടുന്നു. ഒരു ലോഹം അടങ്ങിയ അനേകം ധാതുക്കൾ കാണപ്പെടുന്നു. ഒരു ലോഹം തന്നെ അടങ്ങിയ അനേകം ധാതുക്കളും കാണപ്പെടുന്നു. അപ്പോൾ എന്താണ് ധാതുക്കൾ എന്ന് ചോദിച്ചാല് ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങൾ, ലോഹവും മറ്റേതെങ്കിലും ആയിട്ടൊക്കെ മിക്സ് ചെയ്ത് കുഴഞ്ഞു കിടക്കും കേട്ടോ, അതിനെ പറയുന്ന പേരാണ് ധാതുക്കൾ എന്ന്. ഒരു ലോഹത്തിന് ഒന്നിൽ കൂടുതൽ എന്താണ് ധാതുക്കൾ കാണും. അതായത് അനേകം ധാതുക്കൾ ഒരു ലോഹത്തിന് തന്നെ കാണുമെന്നാണ്. അതായത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഇരുമ്പിന്റെ കേസ് തന്നെ പറയാം. നമുക്ക് ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ, പൈററ്റിക് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഒരുപാട് ധാതുക്കൾ ഉണ്ടല്ലേ. ഇവരെല്ലാം ആരുടേതാണ്? ഇരുമ്പിൻ്റെതാണ്. പക്ഷെ അവരുടെ സ്വഭാവവും ഘടനയൊക്കെ എന്ത് ചെയ്യും? മാറി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു ലോഹത്തിന് ഒരുപാട് ധാതുക്കൾ കാണപ്പെടും. ലോഹം വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കൾക്ക് വേണ്ട പ്രത്യേകതകളാണ് പഠിക്കേണ്ടത്. സുലഭമായിരിക്കണം അത്തരം ധാതുക്കള്. ആ ധാതുക്കള് വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ സുലഭമായിരിക്കണം ഭൂമിയില്. എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കുവാൻ കഴിയണം. എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം ആ ധാതുവിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയണം. ലോഹത്തിന്റെ അംശം കൂടുതലായിരിക്കണം ആ ധാതുവില്. ചുമ്മാ പറ്റില്ല, ലോഹത്തിന്റെ അംശം കൂടുതലായിരിക്കണം ആ ധാതുവില്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ലോഹം വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കൾക്ക് വേണ്ട പ്രത്യേകത സുലഭമായിരിക്കണം അത്തരം ധാതുക്കള്. എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയണം അതിൽ നിന്നും, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ധാതുക്കളിൽ നിന്നും. ലോഹത്തിന്റെ അംശം കൂടുതലായിരിക്കണം ധാതുക്കളിൽ. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ പഠിക്കുക. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് എന്താണ് അയിരെന്ന്. എന്താ സുഹൃത്തുക്കളെ അയിരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ധാതുവിൽ നിന്നും എളുപ്പത്തിൽ, വേഗത്തിലും, ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ ആ ലോഹത്തിന്റെ അയിര് എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് അയിരെന്ന് ചോദിച്ചാല് ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ഒരു ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ആ ധാതുവിനെ ഏത് ലോഹമാണോ നമ്മൾ വേർതിരിച്ചെടുത്തത് ആ ലോഹത്തിന്റെ അയിര് എന്ന് നമുക്ക് വിളിക്കാം. ലോഹവും പ്രധാനപ്പെട്ട അയിരുകളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ 10ാം ക്ലാസ് SCERT ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നതാണ്. പഠിക്കാതെ പോവരുത്. ഇതിൽ കിടക്കുന്ന ലോഹങ്ങളും അതിന്റെ അയിരുകളുമാണ് ഇത്രയും നാളായിട്ടും PSC പ്രീവിയസ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലോഹങ്ങളും അതിന്റെ അയിരുകളും മാത്രമല്ല നമ്മൾ ഇനി പഠിക്കാനുള്ളത്, അതിന്റെ രാസസൂത്രം കൂടി നമ്മൾ പഠിച്ചു വെക്കണം. ഇങ്ങനെ ആയിരിക്കും ഇനി PSCയുടെ ചോദ്യം വരുന്നത്. രാസസൂത്രമായിരിക്കും എടുത്ത് ചോദിക്കുന്നത്. +2 ലെവൽ ഓൾറെഡി പണ്ട് മുതലേ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് 10ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യനുകളിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതുണ്ട്. നമുക്ക് ആദ്യത്തെ ലോഹത്തിലേക്ക് കടക്കാം. അലൂമിനിയം. അലൂമിനിയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അയിരാണ് ബോക്സൈറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അയിരാണ് അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. അലുമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റിന്റെ രാസസൂത്രം പഠിക്കുക. Al2O3 2H2O. ഈ 2H2O PSC കൊണ്ടിട്ട് കുരുക്കുന്നത് കേട്ടോ. Al2O3 2H2O ആണ് ബോക്സൈറ്റിന്റെ രാസസൂത്രം എന്ന് പറയുന്നത്. പഠിക്കുക. അയൺ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെത് 2 പ്രധാനപ്പെട്ട അയിരുകളുണ്ട്. ഒന്ന് ഹെമറ്റൈറ്റും ഒന്ന് മാഗ്നറ്റൈറ്റും. ഒന്ന് ഹെമറ്റൈറ്റും മറ്റൊന്ന് മാഗ്നറ്റൈറ്റും. എന്താണ് ഇവരുടെ പ്രത്യേകത നമുക്കൊന്ന് നോക്കാം. രാസസൂത്ര പ്രകാരം ഹെമറ്റൈറ്റ് Fe2O3 ആണ്. രാസസൂത്ര പ്രകാരം ഹെമറ്റൈറ്റ് ആണെങ്കിൽ അത് Fe2O3യും മാഗ്നറ്റൈറ്റ് ആണെങ്കിൽ അത് Fe3O4ഉമാണ്. വ്യത്യാസം മനസ്സിലാക്കി പഠിച്ചോളണേ. ഇരുമ്പിന്റെ പ്രധാനപ്പെട്ട അയിരുകളാണ് ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഇതിൽ
ഹെമറ്റൈറ്റ് Fe2O3 ആണ്, ഓക്സിജൻ 3 ആണ്, Fe2O3 ആണ് ഹെമറ്റൈറ്റ്. മാഗ്നറ്റൈറ്റ് ആണെങ്കിൽ അത് Fe3O4 ആണ്, Fe3O4 ആണ്. ഹെമറ്റൈറ്റ് ആണെങ്കിൽ 5 എന്ന് ആലോചിക്കുക, മാഗ്നറ്റൈറ്റ് ആണെങ്കിൽ 7 എന്ന് നമ്മൾ ആലോചിച്ച് വെച്ചേക്കുക. അപ്പൊ സുഹൃത്തുക്കളെ ഡൗട്ട് വരൂല. ഹെമറ്റൈറ്റിലെ താഴെയുള്ള ഇരുമ്പിന്റെ ഓക്സിജന്റെ എണ്ണം തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടണം? 5 കിട്ടണം. മാഗ്നറ്റൈറ്റിലാണെങ്കിൽ എത്രയാണ്? ഇരുമ്പിന്റെയും ഓക്സിജന്റെ എണ്ണം കൂട്ടിയാൽ എത്ര കിട്ടണം? 7 കിട്ടണം. ഒന്ന് പഠിച്ചു വെക്കാൻ വേണ്ടി കോഡ് രൂപത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയല്ല സുഹൃത്തുക്കൾ പഠിക്കുക. ഇരുമ്പിന്റെ പ്രധാനപ്പെട്ട അയിരുകൾ ചോദിച്ചാൽ ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഹെമറ്റൈറ്റ് എന്ന് പറയുന്നത് Fe2O3 ആണ്, മാഗ്നറ്റൈറ്റ് എന്ന് വെച്ചാൽ Fe3O4 ആണ്. പഠിക്കുക. കോപ്പർ അഥവാ നമ്മുടെ ചെമ്പിന്റെ അയിരുകളാണ് കോപ്പർ പൈററ്റിസ്. ഓപ്ഷനകത്ത് പേരിൽ തന്നെ കോപ്പർ ഉള്ളതുകൊണ്ട് PSC ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷേ കുപ്രൈറ്റ് PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള കോപ്പറിന്റെ അല്ലെങ്കിൽ ചെമ്പിന്റെ അയിര് ഏതാ സുഹൃത്തുക്കളെ? കുപ്രൈറ്റ് ആണ്. മറ്റേ ചോദിക്കാത്തതിന്റെ കാര്യം എന്താണ്? ഓപ്ഷനിൽ തന്നെ പേര് തന്നെ കോപ്പർ പൈററ്റിസ് എന്ന് കിടക്കുന്നതുകൊണ്ടാണ് ചോദിക്കാത്തത്. ഇതിൽ കോപ്പർ പൈററ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് CuFeS2 ആണ്. CuFeS2 ആണ്. അതായത് ഇരുമ്പുമായിട്ടൊക്കെ മിക്സ് ചെയ്താണ് കിടക്കുന്ന കേട്ടോ. കോപ്പറും ഇരുമ്പും സൾഫറും കൂടെ ചേർന്ന രൂപമാണ് കോപ്പർ പൈററ്റിസ് എന്ന് പറയുന്നത്. CuFeS2 ആണ്. എന്നാൽ കുപ്രൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് Cu2O ആണ്. അഥവാ കുപ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ രാസസൂത്രം എന്ന് പറയുന്നത് Cu2O ആണ്. അപ്പൊ അതിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കോപ്പർ അല്ലെങ്കിൽ ചെമ്പിന് നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് PSC എപ്പോഴും എന്താണ് കുപ്രൈറ്റ് തന്നെ കോപ്പറിന്റെ പ്രധാനപ്പെട്ട അയിരായിട്ട് ചോദിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതും ഒരു കാരണമാണ്. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, കോപ്പർ അല്ലെങ്കിൽ ചെമ്പിന്റെ അയിര് എന്ന് ചോദിച്ചാൽ അത് കോപ്പർ പൈററ്റിസും അതുപോലെ കുപ്രൈറ്റുമാണ്. കോപ്പർ പൈററ്റിസ് ഒരു കാരണവശാലും PSC ചോദിക്കില്ല. ചോദിക്കുന്നെങ്കിൽ രാസസൂത്രം മാത്രമേ ചോദിക്കുകയുള്ളൂ. കോപ്പർ പൈററ്റിസിന്റെ രാസസൂത്രം എന്താണ്? CuFeS2 ആണ്. അതായത് കോപ്പറും ഇരുമ്പും അതിനോടൊപ്പം തന്നെ സൾഫറും ചേർന്ന ഒരു രൂപാന്തരമായിട്ടാണ് കോപ്പർ പൈററ്റിസ് കാണപ്പെടുന്നത്. ഇനി കുപ്രൈറ്റ് ആണ് കോപ്പറിന്റെ അല്ലെങ്കിൽ ചെമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അയിര്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് സിങ്ക്. ഏതാണ്? സിങ്കിന്റെ പ്രധാനപ്പെട്ട അയിരുകളാണ് സിങ്ക് ബ്ലെൻഡും അതുപോലെ തന്നെ കലാമിനും. സിങ്ക് ബ്ലെൻഡിനകത്ത് തന്നെ സിങ്ക് ഉള്ളതുകൊണ്ട് PSC അധികം ചോദിച്ചിട്ടില്ല. പക്ഷേ കലാമിൻ പക്ക PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇത് രണ്ടും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോ ലോഹം ഏതെന്ന് ചോദിച്ചാൽ സിങ്കിന്റെ അയിര് ഏതാണ്? സിങ്ക് ബ്ലെൻഡും കലാമിനും. ഇനി സിങ്ക് ബ്ലെൻഡിന്റെ രാസസൂത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് ZnS ആണ്. അല്ലെങ്കിൽ സിങ്കും സൾഫറും ചേർന്ന ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് സിങ്ക് ബ്ലെൻഡ് കാണപ്പെടുന്നത്. സിങ്കും സൾഫറും കൂടെ ചേർന്നിട്ട് ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ആര് കാണപ്പെടുന്നത്? സിങ്ക് ബ്ലെൻഡ് കാണപ്പെടുന്നത്. ഇനി കലാമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ZnCO3 അഥവാ സിങ്ക് കാർബണേറ്റ് ആണ് കേട്ടോ. ZnCO3 ആണ് ആരെന്ന് പറയുന്നത്? കലാമിൻ എന്ന് പറയുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ ഈ പോയിന്റ് വ്യക്തമായിട്ട് പഠിക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇത്രയും ലോഹങ്ങളും അതുമായി ബന്ധപ്പെട്ട അയിരുകളും അതിന്റെ രാസസൂത്രവും പഠിച്ചതിന് ശേഷം മാത്രമേ വേറെ ഏതെങ്കിലും ഒരു ലോകവും അതിന്റെ അയിരും പഠിക്കാവൂ. ഇത്രയും PSC സ്ഥിരം പ്രീവിയസ് ആയി ചോദിക്കുന്നതാണ്. ഊഞ്ഞാലിന്റെ ചലനം ഏതുതരം ചലനത്തിന് ഉദാഹരണമാണ്? ഉത്തരം ദോലന ചലനത്തിന് ഉദാഹരണമാണ്. പഠിക്കണേ. ഊഞ്ഞാലിന്റെ ചലനം ഏതുതരം ചലനത്തിന് ഉദാഹരണമാണെന്ന് PSC 100-ൽ കൂടുതൽ തവണ ചോദിച്ചിട്ടുണ്ട്. ഉത്തരം എന്താണ്? ദോലന ചലനത്തിന് ഉദാഹരണമാണ്. ദോലന ചലനത്തിന്റെ PSC സ്ഥിരം ചോദിക്കുന്ന ബാക്കി 3 ഉദാഹരണങ്ങൾ കൂടി നമ്മൾ അങ്ങ് പഠിച്ചു വെക്കാൻ പോവുകയാണ്. ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ചലനം 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ചലനം ഏതു ചലനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദോലന ചലനമാണ്. എന്താണ്? ദോലന ചലനമാണ്. തൂക്കുവിളക്കിന്റെ ചലനം ചോദിച്ചാൽ ദോലന ചലനം. തൂക്കുവിളക്കിന്റെ ചലനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ദോലന ചലനമാണ്. അപ്പോൾ സുഹൃത്തുക്കൾ ഡൗട്ട് അടിക്കും, തൂക്കുവിളക്കിലെ ദോലന ചലനം എങ്ങനെയാണ് പറഞ്ഞത്? തൂക്കുവിളക്ക് നമ്മളിങ്ങനെ തൂക്കിയിട്ടതിന് ശേഷം അതിന്റെ ഒരു ഭാഗത്ത് നമ്മുടെ കയ്യാങ്കണം തട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? ആടുന്നത് നമുക്ക് കാണാം. അപ്പൊ തൂക്കുവിളക്കിലെ ചലനം എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് ദോലന ചലനം. വാഹനങ്ങളുടെ വൈപ്പറിന്റെ ചലനം ദോലന ചലനം. വാഹനങ്ങളുടെ വൈപ്പറിന്റെ ചലനം എങ്ങനെയാണ്? ദോലന ചലനമാണ്. ഒന്നുകൂടി പറയുവാണേ, ഊഞ്ഞാലിന്റെ ചലനം ഏതു തരം ചലനത്തിന് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ ദോലന ചലനത്തിന് ഉദാഹരണമാണ്. ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം ചോദിച്ചാൽ ദോലന ചലനത്തിന് ഉദാഹരണമാണ്. തൂക്കുവിളക്കിന്റെ ചലനം ചോദിച്ചു കഴിഞ്ഞാൽ ദോലനത്തിന് ഉദാഹരണമാണ്. വാഹനങ്ങളുടെ വൈപ്പറിന്റെ ചലനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ദോലന ചലനത്തിന് ഉദാഹരണമാണ്. മറക്കാതെ പഠിക്കുക. ഈ ഭാഗത്ത് നിന്ന് 1 മാർക്ക് സുഹൃത്തുക്കൾക്ക് സ്കോർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പിറ്റ്യൂട്ടറി ഗ്രന്ഥി അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ പറ്റിയാണ്.
അതിൽ തന്നെ പീയൂഷഗ്രന്ഥിയുടെ മുൻതളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഇതാണ് PSC സ്ഥിരമായിട്ട് പ്രീവിയസ് ആയിട്ട് LGS മുതൽ ഡിഗ്രി വരെയുള്ള ഏതൊരു എക്സാം, അത് SI ടെസ്റ്റ് ആവട്ടെ അല്ലെങ്കിൽ KS ആവട്ടെ, ഏതൊരു എക്സാമിനും PSC ചോദിക്കുന്നത് ഈ ഒരു മേഖലയിൽ നിന്നാണ്. അപ്പോ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളങ്ങൾ അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥിയുടെ മുൻതളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളും അവ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ അങ്ങ് പഠിക്കാൻ പോവാണ് കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് വളർച്ചാ ഹോർമോൺ അഥവാ ഗ്രോത്ത് ഹോർമോൺ. വളർച്ചാ ഹോർമോൺ അല്ലെങ്കിൽ അവൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഗ്രോത്ത് ഹോർമോൺ. വളർച്ചാ ഹോർമോൺ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സൊമാറ്റോട്രോപിക് ഹോർമോൺ. പഠിച്ചോളനെ, വളർച്ചാ ഹോർമോൺ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സൊമാറ്റോട്രോപിക് ഹോർമോൺ എന്ന്. പീയൂഷഗ്രന്ഥിയുടെ മുൻതളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് വളർച്ചാ ഹോർമോൺ. പീയൂഷഗ്രന്ഥിയുടെ മുൻതളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് വളർച്ചാ ഹോർമോൺ. മനുഷ്യന്റെ വളർച്ചാ ഘട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ എന്നറിയപ്പെടുന്നത് വളർച്ചാ ഹോർമോൺ അല്ലെങ്കിൽ സൊമാറ്റോട്രോപിക് ഹോർമോൺ ആണ്. ഈ സൊമാറ്റോട്രോപിക് ഹോർമോൺ എന്നുള്ളത് പഠിച്ചോളണേ. മനുഷ്യന്റെ വളർച്ചാ ഘട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ചോദിച്ചാൽ അത് വളർച്ചാ ഹോർമോൺ ആണ്. വളർച്ചാ ഹോർമോണിന്റെ അമിതമായ ഉൽപാദനം മൂലം അസാധാരണമായ ശാരീരിക വളർച്ച ഉണ്ടാകുന്നു. ഈ അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് ഭീമാകാരത്വം. പഠിച്ചോളണേ, വളർച്ചാ ഹോർമോണിന്റെ അമിതമായ ഉൽപാദനം മൂലം അസാധാരണമായ ശാരീരിക വളർച്ച ഉണ്ടാകുന്നു. ഈ അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് ഭീമാകാരത്വം. വളർച്ചാ ഹോർമോണിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം വളർച്ച മുരടിക്കുന്നതിന് കാരണമാകുന്നു. ഈ അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് വാമനത്വം. രണ്ടു പ്രധാനപ്പെട്ട PSCയുടെ പ്രീവിയസ് രോഗങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തത് വളർച്ചാ ഹോർമോണിന്റെ അമിതമായ ഉൽപാദനം മൂലം അസാധാരണമായി ശരീരം വളരുകയാണ്. ഈ അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് ഭീമാകാരത്വം. രണ്ടാമത് എന്താ പറഞ്ഞത്? വളർച്ചാ ഹോർമോണിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം വളർച്ച മുരടിച്ചു പോകുന്നു ശരീരത്തിന്റെ. ഈ അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് വാമനത്വം. മധ്യവയസ്സിൽ വളർച്ചാ ഹോർമോണിന്റെ അമിതമായ ഉൽപാദനം മൂലം കടുത്ത വൈരൂപ്യത്തിലേക്ക് നയിക്കാം. ഈ അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് അക്രോമെഗാലി. പഠിച്ചോളണേ, മധ്യവയസ്സുള്ളവരിലാണെങ്കിൽ ഈ വളർച്ചാ ഹോർമോൺ അല്ലെങ്കിൽ ഈ പറഞ്ഞ GH എന്ന് പറയുന്ന സാധനം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമിതമായിട്ട് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അത് കടുത്ത വൈരൂപ്യത്തിലേക്ക് എന്ത് ചെയ്യും? ആ വ്യക്തികളെ നയിക്കും. ഈ അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് അക്രോമെഗാലി. എന്താ പേര്? അക്രോമെഗാലി എന്ന്. അക്രോമെഗാലി രോഗം കൂടുതലായി വ്യക്തമാകുന്ന ശരീരഭാഗം മുഖമാണ്. പഠിച്ചോളണേ, അക്രോമെഗാലി രോഗം കൂടുതലായി വ്യക്തമാകുന്ന ഭാഗം ചോദിച്ചാൽ അത് നമ്മുടെ മുഖമാണ്. മരണത്തിന് വരെ കാരണമാകുന്ന ഹോർമോൺ രോഗം എന്നറിയപ്പെടുന്നത് അക്രോമെഗാലിയാണ്. പഠിച്ചോളണേ, മരണത്തിന് വരെ കാരണമാകുന്ന ഹോർമോൺ രോഗം എന്നറിയപ്പെടുന്നത് അക്രോമെഗാലിയാണ്. കാരണം അക്രോമെഗാലി പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല, വളരെ താമസിച്ച് മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് കൃത്യമായിട്ട് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്തത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോണാണ് വളർച്ചാ ഹോർമോൺ അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോൺ. വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഗ്രോത്ത് ഹോർമോണിന്റെ മറ്റൊരു പേര് ചോദിച്ചാൽ അത് സൊമാറ്റോട്രോപിക് ഹോർമോൺ എന്നാണ്. പീയൂഷഗ്രന്ഥിയുടെ മുൻതളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് വളർച്ചാ ഹോർമോൺ. മനുഷ്യന്റെ വളർച്ചാ ഘട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ എന്ന് ചോദിച്ചാൽ അത് വളർച്ചാ ഹോർമോൺ ആണ്. വളർച്ചാ ഹോർമോണിന്റെ അമിത ഉൽപാദനം മൂലം അസാധാരണമായ ശാരീരിക വളർച്ച ഉണ്ടാകുന്നു. ഈ അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് ഭീമാകാരത്വം. വളർച്ചാ ഹോർമോണിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം വളർച്ച മുരടിക്കുന്നതിന് കാരണമാകുന്നു. ഈ അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് വാമനത്വം. മധ്യവയസ്സിൽ അല്ലെങ്കിൽ മധ്യവയസ്കരായിട്ടുള്ള വ്യക്തികളിലാണ് ഈ പറഞ്ഞിരിക്കുന്ന GH അല്ലെങ്കിൽ വളർച്ചാ ഹോർമോൺ അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ അത്തരം വ്യക്തികൾ വൈരൂപ്യത്തിലേക്ക് നയിക്കുന്നു. ഈ അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് അക്രോമെഗാലി. അക്രോമെഗാലി രോഗം കൂടുതലായിട്ട് വ്യക്തമാകുന്നത് മുഖത്താണ്. മരണത്തിന് വരെ കാരണമാകുന്ന ഹോർമോൺ രോഗം എന്നറിയപ്പെടുന്നത് അക്രോമെഗാലിയാണ്. പഠിക്കുക. ഇതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മിഠായി. കുട്ടികളിലെ പ്രമേഹ രോഗത്തെ തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി. പഠിക്കുക. എന്താണ് മിഠായി എന്ന് ചോദിച്ചാൽ കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി. കാതോരം കുട്ടികളുടെ
ശ്രവണ വൈകല്യം പരിഹരിച്ചുകൊണ്ടുള്ള കേരള സാമൂഹ്യനീതി വകുപ്പ് മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന സമഗ്രമായ പദ്ധതിയാണ് കാതോരം പദ്ധതി. എന്താ കാതോരം പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ ശ്രവണ വൈകല്യം പരിഹരിച്ചുകൊണ്ടുള്ള കേരള സാമൂഹ്യ നീതി വകുപ്പിന്റെ മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതി അറിയപ്പെടുന്ന പേരാണ് കാതോരം പദ്ധതി. ബാലമുകുളം സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ബാലമുകുളം പദ്ധതി. എന്താ ബാലമുകുളം പദ്ധതി എന്ന് ചോദിച്ചാൽ സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം പദ്ധതി. ഒന്നുകൂടി പറയാം, കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി. കുട്ടികളുടെ ശ്രവണ വൈകല്യം പരിഹരിച്ചുകൊണ്ടുള്ള കേരള സാമൂഹ്യ നീതി വകുപ്പ് മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന സമഗ്രമായ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് കാതോരം. സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം. തേനമർന്ന് ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി ആരംഭിച്ച പുതിയ പദ്ധതിയാണ് തേൻ അമൃത് പദ്ധതി. ലോക്ക്ഡൌൺ സാഹചര്യത്തില് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി ആരംഭിച്ച പുതിയ പദ്ധതിയാണ് തേൻ അമൃത് പദ്ധതി. സനാഥ ബാല്യം അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണമായും സന്തോഷപൂർവവുമായ ജീവിതം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സനാഥ ബാല്യം. പഠിച്ചോളെ, ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നു. അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണമായതും സന്തോഷപൂർവവുമായ ജീവിതം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സനാഥ ബാല്യം. എന്താണ് സനാഥ ബാല്യം? ഇനി നമുക്ക് പഠിക്കേണ്ടതാണ് പ്രത്യേക രോഗങ്ങൾക്കായി നടപ്പിലാക്കിയ പദ്ധതികള്. കേരള ഗവൺമെന്റ് പ്രത്യേക രോഗങ്ങൾക്കായിട്ട് നടപ്പിലാക്കിയ പദ്ധതി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒത്തിരി ഈ ഭാഗത്ത് വരുന്നുണ്ട്, പഠിക്കുക. ആദ്യമായി തന്നെ ആർദ്രം പദ്ധതി. എന്താണ് ആർദ്രം പദ്ധതി? PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് ജനസൗഹൃദ ആശുപത്രികളായി തുടങ്ങുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി. പഠിക്കുക. സർക്കാർ ആശുപത്രികളിലെ സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ജനസൗഹൃദ ആശുപത്രികളായിട്ട് സർക്കാർ ആശുപത്രികളെ മാറ്റുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ആർദ്രം പദ്ധതി. കാരുണ്യ പദ്ധതി ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കാരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയുള്ള ചികിത്സാ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് കാരുണ്യ പദ്ധതി. പഠിച്ചോളണേ. ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കാരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി. കാരുണ്യ ലോട്ടറിയിലൂടെയാണ് കാരുണ്യ പദ്ധതിക്കുള്ള സാമ്പത്തികം കണ്ടെത്തുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. കാരുണ്യ ലോട്ടറിയിലൂടെയാണ് കാരുണ്യ പദ്ധതിക്കുള്ള സാമ്പത്തികം കണ്ടെത്തുന്നത്. സ്നേഹസാന്ത്വനം പദ്ധതി എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് സ്നേഹസാന്ത്വനം പദ്ധതി. എന്താണ് സ്നേഹസാന്ത്വനം പദ്ധതി? പഠിക്കുക. ഒന്നുകൂടി പറയാം. ആർദ്രം പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് ജനസൗഹൃദ ആശുപത്രികളായി തുടങ്ങുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി. കാരുണ്യ പദ്ധതി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സാ പദ്ധതി. കാരുണ്യ ലോട്ടറിയിലൂടെയാണ് കാരുണ്യ പദ്ധതിക്കുള്ള സാമ്പത്തികം കണ്ടെത്തുന്നത്. അശ്വമേധം പദ്ധതി കേരള ആരോഗ്യ മിഷന്റെ നേതൃത്വത്തിൽ കുഷ്ഠരോഗബാധിതർക്കായുള്ള ഗൃഹസന്ദർശനം രോഗനിർണയ പദ്ധതിയാണ് അശ്വമേധം പദ്ധതി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളണേ. കേരള സാമൂഹ്യ മിഷന്റെ നേതൃത്വത്തിൽ കുഷ്ഠരോഗബാധിതർക്കുള്ള ഗൃഹസന്ദർശനവും രോഗനിയന്ത്രണ പദ്ധതിയും അറിയപ്പെടുന്ന പേരാണ് അശ്വമേധം പദ്ധതി. പാദസ്പർശം പദ്ധതി പ്രമേഹ തുടർ ചികിത്സാ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് പാദസ്പർശ പദ്ധതി. പ്രമേഹ തുടർ ചികിത്സാ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് പാദസ്പർശ പദ്ധതി. എൽസ പദ്ധതി കുഷ്ഠരോഗ നിവാരണ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് എൽസ പദ്ധതി. എന്താ എൽസ പദ്ധതി എന്ന് ചോദിച്ചാല് കുഷ്ഠരോഗ നിവാരണ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് എൽസ പദ്ധതി. ശിരസ് സ്ട്രോക്ക് മുൻകൂട്ടി തിരിച്ചറിയുകയും അത്തരം വ്യക്തികളെ പുനരധിവസിപ്പിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്യുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ശിരസ് പദ്ധതി. എന്താണ് സുഹൃത്തുക്കളെ പറഞ്ഞത്? സ്ട്രോക്ക് മുൻകൂട്ടി തിരിച്ചറിയുകയും അത്തരം വ്യക്തികളെ പുനരധിവസിപ്പിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്യുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ശിരസ് പദ്ധതി. ഒന്നുകൂടി പറയാം. കേരള സാമൂഹ്യ മിഷന്റെ നേതൃത്വത്തിൽ കുഷ്ഠരോഗബാധിതർക്കായുള്ള ഗൃഹസന്ദർശനവും രോഗനിർണയ പദ്ധതി എന്ന് ചോദിച്ചാൽ അശ്വമേധം പദ്ധതി,
പ്രമേഹ തുടർ ചികിത്സാ പദ്ധതി എന്ന് ചോദിച്ചാൽ അത് പാദസ്പർശ പദ്ധതി. കുഷ്ഠരോഗ നിവാരണ പദ്ധതി എന്ന് ചോദിച്ചാൽ അത് എൽസ പദ്ധതി. സ്ട്രോക്ക് മുൻകൂട്ടി തിരിച്ചറിയുകയും അത്തരം വ്യക്തികളെ പുനരധിവസിപ്പിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്യുന്ന പദ്ധതി എന്ന് ചോദിച്ചാൽ അതാണ് ശിരസ് പദ്ധതി. എന്താണ് ശിരസ് പദ്ധതി? ദത്തവകാശ നിരോധന നിയമം 1848 കൊണ്ടുവന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസിയാണ്. ദത്തവകാശ നിരോധന നിയമം 1848 കൊണ്ടുവന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൽഹൌസി പ്രഭുവാണ്. ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭുവാണ്. ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ഡൽഹൌസി പ്രഭുവാണ്. റെയിൽവേ ഗതാഗതം കൊണ്ടുവന്ന ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭുവാണ്. റെയിൽവേ ഗതാഗതം കൊണ്ടുവന്ന ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭുവാണ്. ചാർട്ടർ ആക്ട് 1853 നിലവിൽ വന്നപ്പോഴുള്ള ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് ഡൽഹൌസി പ്രഭുവാണ്. പഠിച്ചു വെച്ചേക്കണേ. ചാർട്ടർ ആക്ട് 1853 നിലവിൽ വന്നപ്പോഴുള്ള ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് ഡൽഹൌസി പ്രഭുവാണ്. ആധുനിക തപാൽ സംവിധാനവും ടെലഗ്രാഫും ഇന്ത്യയിൽ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ ഡൽഹൌസി പ്രഭുവാണ്. ആധുനിക തപാൽ സംവിധാനവും ടെലഗ്രാഫും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ തപാലിന്റെ പിതാവും ഇന്ത്യൻ ടെലഗ്രാഫിന്റെ പിതാവും എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭുവാണ്. ഒന്നുകൂടി പറയുവാണേ, തപാൽ സംവിധാനവും ടെലഗ്രാഫും ഇന്ത്യയിൽ ആരംഭിച്ച ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് ഡൽഹൌസിയാണ്. അതുകൊണ്ട് ആധുനിക ഇന്ത്യൻ തപാൽ സംവിധാനത്തിന്റെ പിതാവെന്നും ടെലിഗ്രാഫിന്റെ പിതാവെന്നും അറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസുകളുടെ പിതാവെന്ന് അറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസുകളുടെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ അത് ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു എഞ്ചിനീയറിംഗ് സ്കൂൾ ആരംഭിച്ചത് എവിടെ ആരെന്ന് ചോദിച്ചാൽ അത് ഡൽഹൌസി പ്രഭുവാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു എഞ്ചിനീയറിംഗ് സ്കൂൾ ആരംഭിച്ചത് ഡൽഹൌസി പ്രഭു. അതുകൊണ്ടാണ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭുവാണ്. പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ച ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭുവാണ്. പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ച ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് ഡൽഹൌസി പ്രഭുവാണ്. വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾക്കായി വുഡ് ഡെസ്പാച്ച് കമ്മീഷനെ നിയമിച്ചത് ഡൽഹൌസി പ്രഭുവാണ്. 100-ൽ കൂടുതൽ തവണ PSC ചോദിച്ച ചോദ്യമാണ്. വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾക്കായിട്ട് വുഡ്സ് ഡെസ്പാച്ച് കമ്മീഷനെ നിയമിച്ചതാരെന്ന് ചോദിച്ചാൽ ഡൽഹൌസി പ്രഭുവാണ്. ഒന്നുകൂടി പറയുവാണേ, ദത്തവകാശ നിരോധന നിയമം 1848. ദത്തവകാശ നിരോധന നിയമം 1848 കൊണ്ടുവന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ ഡൽഹൌസി പ്രഭു. 100-ൽ കൂടുതൽ തവണ ചോദിച്ച ചോദ്യം. ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ ഡൽഹൌസി പ്രഭുവാണ്. റെയിൽവേ ഗതാഗതം കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ ഡൽഹൌസി പ്രഭുവാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭുവാണ്. 1853 ചാർട്ടർ ആക്ട് നിലവിൽ വന്നപ്പോഴുള്ള ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ ഡൽഹൌസി പ്രഭുവാണ്. ആധുനിക തപാൽ സംവിധാനവും ടെലഗ്രാഫ് സംവിധാനവും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ ഡൽഹൌസി പ്രഭുവാണ്. അതുകൊണ്ട് ഇന്ത്യൻ തപാൽ സംവിധാനത്തിന്റെ പിതാവെന്നും ടെലിഗ്രാഫിന്റെ പിതാവെന്നും അറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസുകളുടെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ഡൽഹൌസി പ്രഭുവാണ്. പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ച ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് ഡൽഹൌസി പ്രഭുവാണ്. വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾക്കായിട്ട് വുഡ്സ് ഡെസ്പാച്ച് കമ്മീഷനെ നിയമിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ഡൽഹൌസി പ്രഭുവാണ്. വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾക്കായിട്ട് വുഡ്സ് ഡെസ്പാച്ച് കമ്മീഷനെ നിയമിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ഡൽഹൌസി പ്രഭുവാണ്. പഠിച്ചു വെക്കുക. ഈ ഭാഗത്ത് സുഹൃത്തുക്കൾക്ക് 1 മാർക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ മറക്കാതെ പഠിക്കേണ്ട പോയിന്റ് ആണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ് അല്ലെങ്കിൽ ചെങ്കൽ മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ചോദിച്ചാൽ അവനാണ് ലാറ്ററൈറ്റ് മണ്ണ് അല്ലെങ്കിൽ ചെങ്കൽ മണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം കറുത്ത മണ്ണ്. 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ചെയ്ത ചോദ്യം. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം കറുത്ത മണ്ണിനം. നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം എക്കൽ. നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം എന്ന് ചോദിച്ചാൽ എക്കൽ മണ്ണാണ്. മണ്ണുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ക്ലാസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സുഹൃത്തുക്കൾ കൃത്യമായി അത് കാണുക. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാ സുഹൃത്തുക്കളെ? ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ റബ്ബർ കൃഷി കൂടുതലായി നടക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, ലാറ്ററൈറ്റ് മണ്ണിൽ റബ്ബർ നന്നായിട്ട് എന്ത് ചെയ്യുന്നു, വളരുന്നു. കേരളത്തിൽ മരിച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച രാജാവാണ് ശ്രീ വിശാഖം തിരുനാള്. കേരളത്തിലെ മരിച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച രാജാവ് ആര് എന്ന് ചോദിച്ചാൽ അത് ശ്രീ വിശാഖം തിരുനാളാണ്. അതുപോലെ കിഴങ്ങൻ രാജ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ ശ്രീ വിശാഖം തിരുനാളാണ്. മണ്ണിന്റെ അമ്ലവീര്യം കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് കുമ്മായം. മണ്ണിന്റെ അമ്ലവീര്യം, അമ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിഡിറ്റി, അമ്ലവീര്യം അല്ലെങ്കിൽ മണ്ണിന്റെ അസിഡിറ്റി കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന പദാർത്ഥം അറിയപ്പെടുന്ന പേരാണ് എന്ത്? കുമ്മായം.
കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഗുണനിലവാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മുദ്രയാണ് അഗ്മാർക്ക് മുദ്ര. ഇമ്പോർട്ടന്റ് ആണ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മുദ്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് അഗ്മാർക്ക് മുദ്ര. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. ഇവിടെ സുഹൃത്തുക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നതാണ്. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണമാണ്. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ ചണവും. യൂണിവേഴ്സൽ ഫൈബർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? പരുത്തിയുമാണ്. തിരിഞ്ഞു പോവരുത്. ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ തെറ്റിക്കുന്ന പോയിന്റ് ആണ് പറയുന്നത്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയും ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ ചണവുമാണ്. ഗോൾഡ് ചണത്തിൽ പൊതിഞ്ഞു എന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ കാപ്പി തൈകൾ കൊണ്ടുവന്നത് അറബിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കാപ്പി തൈകൾ കൊണ്ടുവന്ന വിദേശ ശക്തി എന്ന് ചോദിച്ചാൽ ആരായിരുന്നു? അത് അറബികളായിരുന്നു. ചൈനീസ് പൊട്ടറ്റോ എന്നറിയപ്പെടുന്നത് കൂർക്കയാണ്. ചൈനീസ് പൊട്ടറ്റോ എന്ന പേരിൽ അറിയപ്പെടുന്ന വെജിറ്റബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൂർക്കയാണ്. 2,4-D, സിമാസിൻ, ഡൈയൂറോൺ എന്നിങ്ങനെ അറിയപ്പെടുന്നതൊക്കെ എന്തിന്റെ ഉദാഹരണമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കളനാശിനിയാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നതാണ്. 2,4-D സിമാസിനും അതുപോലെ ഡൈയൂറോണും എന്തിന് ഉദാഹരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കളനാശിനിക്ക് ഉദാഹരണമാണ്. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായി പഠിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിലെത്തുന്നതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.